അയോധ്യ കേസിന്റെ വാദം സുപ്രീം കോടതിയിൽ നടക്കുമ്പോൾ ഹിന്ദു മഹാസഭയുടെ അഭിഭാഷകൻ വികാസ് സിംഗ് നൽകിയ രേഖകളും മാപ്പുകളും സുന്നി വഖഫ് ബോർഡ് അഭിഭാഷകൻ രാജീവ് ധവാൻ കീറിക്കളഞ്ഞിരുന്നു. ഈ സംഭവം വാർത്തയായതോടെ ഇതിന് വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് രാജീവ് ധവാൻ. താൻ അത് ചെയ്തത് കോടതിയുടെ അനുമതിയോടുകൂടിയാണ് എന്നാണ് രാജീവ് ധവാൻ പറയുന്നത്. ഇത്തരം രേഖകൾ കീറിക്കളയണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞതായി രാജീവ് ധവാൻ പറഞ്ഞു. രാജീവ് ധവാന്റെ വിശദീകരണത്തിനെ അനുകൂലിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയും രംഗത്തെത്തിയിട്ടുണ്ട്. രാജീവ് ധവാന്റെ പ്രസ്താവനയെ അനുകൂലിച്ച് രഞ്ജൻ ഗൊഗോയും രംഗത്തെത്തി. ഞങ്ങൾ ധവാനുമായി യോജിക്കുന്നു. നിങ്ങൾ അത് കീറിക്കളയുകയാണെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു എന്നായിരുന്നു ഗൊഗോയ് വ്യക്തമാക്കിയത്. അവസാന നിമിഷം വരെ നാടകീയത നിറഞ്ഞ വാദങ്ങളാണ് അയോധ്യ കേസിൽ സുപ്രീം കോടതിയിൽ നടന്നത്. മുതിർന്ന അഭിഭാഷകനായ വികാസ് സിംഗ് തനിക്ക് ചില രേഖകൾ കോടതിക്ക് മുൻപാകെ സമർപ്പിക്കാനുണ്ട് എന്ന് പറഞ്ഞാണ് അയോധ്യ റീവിസിറ്റഡ് എന്ന കുനാൽ കിഷോറിന്റെ പുസ്തകം കോടതിക്ക് മുന്നിൽ വെച്ചത്. എന്നാൽ ഇത് അനുവദിക്കരുത് എന്ന് രാജീവ് ധവാൻ അപ്പോൾ തന്നെ എഴുന്നേറ്റ് നിന്ന് ആവശ്യപ്പെട്ടു. ഇതിൽ രാമജന്മഭൂമി എവിടെയെന്ന് അടയാളപ്പെടുത്തിയ പൗരാണികമായ ഒരു ഭൂപടമുണ്ടെന്നായിരുന്നു വികാസ് സിംഗ് വാദിച്ചത്. അടുത്ത കാലത്ത് എഴുതപ്പെട്ട പുസ്തകത്തിൽ എന്ത് ഭൂപടം ഉണ്ടാകാനാണ് എന്നായിരുന്നു രാജീവ് ധവാന്റെ ചോദ്യം. ഇത്തരം ഭൂപടങ്ങളൊക്കെ എങ്ങനെ കണക്കിലെടുക്കണമെന്നും ഇതൊക്കെ എങ്ങനെ രേഖയായി കണക്കാക്കാനാകുമെന്നും രാജീവ് ധവാൻ കോടതിയോട് ചോദിച്ചു. ഇതിന് പിന്നാലെയായിരുന്നു ഇതൊക്കെ വലിച്ചു കീറി കളയേണ്ടതാണ് എന്ന് പറഞ്ഞ് രാജീവ് ധവാൻ രംഗത്തെത്തിയത്. എങ്കിൽ കീറു എന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞതോടെ കോടതിക്ക് മുന്നിൽ വെച്ച് രേഖകളും പുസ്തകങ്ങളും രാജീവ് ധവാൻ കീറിയെറിയുകയായിരുന്നു. ഇതിനു പിന്നാലെ നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയാൽ ഞാൻ എഴുന്നേറ്റ് പോകുമെന്ന് പറഞ്ഞ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് കോടതിയുടെ സമയം പാഴാക്കരുത് എന്നും ഇന്ന് വൈകിട്ട് 5 മണിക്കുള്ളിൽ തന്നെ വാദങ്ങൾ അവസാനിപ്പിക്കണമെന്നും അഭിഭാഷകർക്ക് കർശന നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.